സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അയ്യപ്പ സംഗമം ഇന്നലെ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെയും ഒപ്പം സർക്കാരിന്റെയും അവകാശവാദം. പാർട്ടി സെക്രട്ടറി അടക്കം അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് പാർട്ടിയുടേത് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. അയ്യപ്പ സംഗമത്തിന് SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വന്നത് മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിൽ തന്നെ കയറിയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രതികരണമാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാവരുടെയും മനസ്സിൽ ഭക്തിയുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിൽ ഭക്തിയുണ്ട്. അതുകൊണ്ടാണ് 2 തവണ അയ്യപ്പനെ കാണാൻ വന്നത് എന്നതടക്കമുള്ള പ്രഖ്യാപനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിപ്പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, ശബരിമല പ്രക്ഷോഭ കാലത്ത് NSS ആ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്നു. NSS പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അത് സർക്കാരിന് വരുത്തി തീർക്കാൻ കഴിഞ്ഞൊരു വലിയ മാറ്റം എന്ന നിലയ്ക്ക് തന്നെ സർക്കാർ ഒരുപക്ഷെ കാണുന്നുണ്ടാകാം, CPM ഒരുപക്ഷെ കാണുന്നുണ്ടാകാം. പക്ഷേ ഭക്തപട്ടം എന്തിനാണ് എന്നുള്ളതാണ്. ഈ നേരം ഇത്രയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനാണ് എന്ന് നടത്തിയ പരാമർശത്തിൽ എതിർത്ത ഒരു അഭിപ്രായം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം പോലും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഗമമാണ് നടന്നത് എന്ന പ്രതിപക്ഷ വിമർശനത്തിന് ഇടയിലാണ്, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആകെയുള്ള വിമർശനങ്ങൾക്ക് ഇടയിലാണ് ഈ തരത്തിലുള്ള ഒരു പ്രതികരണം വരുന്നത് എന്നതുകൂടി വ്യക്തമാവുകയാണ്. ശരണം വിളിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്കോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ ജോസഫ് സി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, BJPയിൽ നിന്ന്, ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസിൽ നിന്ന്. ഈ ചർച്ചയുടെ ഭാഗമായി CPMന്റെ ഔദ്യോഗിക പ്രതിനിധികളില്ല. തിരുവനന്തപുരത്ത് നടന്ന BJP കൗൺസിലറുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയിലാണ് എങ്കിൽ മാത്രമേ ഇന്ന് CPM ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി കിട്ടിയ സ്ഥിരീകരണം. ഈ വിഷയം ചർച്ച ചെയ്യാനാണ് മാതൃഭൂമി തീരുമാനിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് CPMന്റെ ഔദ്യോഗിക ഗസ്റ്റ് ഉണ്ടാവില്ല. രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ പ്രിയദർശനൻ തമ്പി, അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ അല്പസമയത്തിനകം ചേരുകയും ചെയ്യും. ശ്രീ ജോസഫ് സി മാത്യു, ഭക്തൻ എന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു സാമുദായിക നേതാവ് കേരളത്തിൽ നൽകുന്നതായി നമുക്ക് അറിവുള്ളതല്ല. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കേരളത്തിന് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ളതാണോ? മാധവ്, അതിനു മുമ്പ് മാധവ് പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന്, ഇവിടുത്തെ മാധ്യമങ്ങൾ ഏത് വിഷയം ചർച്ചയ്ക്കെടുക്കണം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണോ, അതോ ഇവരുടെ ഏതാനും വ്യക്തികൾ തീരുമാനിക്കുന്നതാണോ? സത്യത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങളെ അങ്ങനെ ഒരു പാസീവ് കമൻറ്റിൽ വിടുകയല്ല ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് ഈ വിഷയം ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വേറൊരു കാര്യം പറയുന്നതുമാവാം. പക്ഷേ അവരങ്ങോട്ട് തീരുമാനിക്കുകയാണ്, ഇന്നത്തെ ദിവസം ഇന്നതാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം മാത്രം ചർച്ച ചെയ്താണോ ഒരു ക്യാബിനറ്റോ തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടല്ലോ ശ്രീ ജോസഫ് സി മാത്യു. അവർക്ക് ഈ വിഷയമാണെങ്കിലേ ഞങ്ങൾ ചർച്ചയിലേക്ക് വരുന്നുള്ളൂ എന്നവർ തീരുമാനിക്കുന്നു. പക്ഷെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നില്ല. അത് മനസ്സിലായി. അവർക്കതിൽ അഭിപ്രായം, അവരുടെ നേതാക്കന്മാർ ഇന്നേ ദിവസം മറ്റു പല വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിനെ കുറിച്ചല്ല, അവരതിലൂടെ ചെയ്യുന്ന ആ സമ്മർദ്ദതന്ത്രത്തിലൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഏത് വിഷയം തീരുമാനിക്കണം, ആരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കണം, ആരൊക്കെ അഭിപ്രായ പ്രകടനം നടത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവർ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കലാണ്. ഇത് നമ്മൾ ഈ അട്ടിമറി എന്നൊക്കെ പറയുന്നത്, നമ്മൾ തൊഴിലാളികളെ പലപ്പോഴും പറയുന്ന പോലെ ഇവിടെ ലോഡ് ഇറക്കണമെങ്കിൽ ഇങ്ങനെ ഇറക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ ഒരു പ്രക്രിയയാണിത്. ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. ഇത് ആദ്യത്തെ സംഭവമല്ല, നമുക്കറിയാം. പക്ഷെ നമ്മൾ പറഞ്ഞു പോകുന്ന അവർ പങ്കെടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവർ കേരളത്തിലെ ഒരു പ്രബല ശക്തി ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ട്യൂൺ മാറ്റണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് ദേശീയ തലത്തിൽ BJP ചെയ്യുന്നുണ്ട്. അതിനെ ഫാസിസം എന്നും ഏകാധിപത്യ പ്രവണതയെന്നും വിളിക്കുന്നുണ്ട് എല്ലാവരും. അപ്പം നമ്മുടെ കഴിവുകേട് കൊണ്ടാണോ നമ്മൾ, അതായത് നമ്മുടെ ശക്തിക്കുറവ് കൊണ്ടാണോ നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് ആകുന്നത് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആകുന്നത് എന്നുള്ള ചോദ്യം എല്ലാ കാര്യത്തിലും പ്രസക്തമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തു പറഞ്ഞത്. പല വിഷയങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ ശബരിമലയിലെ പ്രവേശനം സംബന്ധിച്ചുള്ള പാർട്ടിയുടെ വിഷയങ്ങളിലും അവർ തീരുമാനമെടുത്തത് അങ്ങനെയാണ്. നിങ്ങളുടെ ഇന്നത്തെ ചർച്ച ആ പെർസ്പെക്റ്റീവിലല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത്, ഇവിടെ ഒരുപാട് പേരെ
ഇതാണ് പ്രോഗ്രസീവ്നെസ്. 4 വോട്ടിന് വേണ്ടി ഇതിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തെരുവിൽ നിർത്തിയിട്ട് പോയ ആൾക്കാരാണ്. അവർ ഓരോ താല്പര്യത്തിനനുസരിച്ച് ഈ മാറ്റം വരുന്നത്. അതിനോട് ചേർന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന നടത്തുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് എന്നുള്ളതിലുപരി ആ സംഗമത്തിലേക്ക് മുഖ്യമന്ത്രിയോടൊപ്പം ഒരേ കാറിൽ വന്ന ആളാണ്, ഒന്നിച്ച് വന്നിറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന് ആ കാറില്ലാഞ്ഞിട്ടല്ല അദ്ദേഹം വരാഞ്ഞ, ആ കാറ് കൊണ്ട് അതിലും മുന്തിയ കാറുമുണ്ട്. എന്നിട്ടും അദ്ദേഹം കൂടെ വന്നത്, മുഖ്യമന്ത്രിയോടൊപ്പം വന്നത് അദ്ദേഹത്തെ ക്ഷണിച്ചത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയോടൊപ്പം ആ കാറിൽ വന്നിറങ്ങുന്നു, അവരൊന്നിച്ച് ഈ വേദിയിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ടാണ് ഇവർ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം ഒരു കേസിലെ പ്രതിയാണ്. അത് പ്രതിസ്ഥാനത്ത് അങ്ങനെ പലർക്കും വരാം. പക്ഷേ പ്രതി ആയിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കേസ് VS അച്യുതാനന്ദൻ മുൻകൈ എടുത്ത് മുന്നോട്ട് നടത്തിയിരുന്ന ഒരു കേസ്, ആ കേസിൽ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അവസാന നിമിഷം മാറ്റാൻ തീരുമാനിക്കുകയും ആ മാറ്റാൻ തീരുമാനിച്ചത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കേസ് വന്നു. അതിൽ വാദിഭാഗം അഭിഭാഷകൻ നേരത്തെ ഞങ്ങളോടൊക്കെ ഒപ്പം പുറത്താക്കപ്പെട്ട അന്നത്തെ ഗവൺമെൻറ് ലീഡറായിരുന്ന അനിൽകുമാറായിരുന്നു. ആ കേസിലെ ഒരു വാചകം മാത്രം ഞാൻ വായിക്കാം. ഈ അഭിഭാഷകനെ മാറ്റിയത് മുഖ്യമന്ത്രിയും ശ്രീ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബന്ധം ഇതിലൊരു സുപ്രധാന ഘടകമാണെന്നും ഇത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്നുള്ള വാദമുണ്ട്. ആ പറഞ്ഞ വാദം എടുത്തു പറഞ്ഞിട്ട് കോടതി പറയാണ്, അതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കടക്കുന്നില്ല. However, this court is inclined to address the apprehension voiced by the respondent, doubting delay in the investigation by changing the investigating team at the fag end, while ensuring free and fair investigation of this crime, which is at the knock-off stage, within a time-bound manner and without much delay. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റിയതിൽ ഈ അവസാന നിമിഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിൽ ഈ ബന്ധം ഉണ്ടോ എന്നുള്ള കാര്യം കോടതിയും അടിവരയിട്ടിരിക്കുന്നു. എന്നിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയ കാർത്തിക് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനിലേക്ക് അന്വേഷണം കൊടുത്ത നടപടി റദ്ദാക്കിക്കൊണ്ട് ശശിധരൻ എന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനിലേക്ക് തിരിച്ചേൽപ്പിച്ച് 3 മാസത്തിനകം അന്വേഷണം തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിനെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ആ അന്വേഷണത്തിന് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ആ ആക്ഷേപം നേരിടുന്ന ഈ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും കൂടെ ഒന്നിച്ചവിടെ വന്നിട്ട് ഇദ്ദേഹം നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒരു ഭക്തനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മത്തായി ചാക്കോ ഒരു ഭക്തനാണെന്ന് ഒരാൾ ഇവിടെ പറഞ്ഞിരുന്നു. മത്തായി ചാക്കോ ഭക്തനാണെന്ന് പറഞ്ഞ ആ നടപടി തീർച്ചയായിട്ടും തെറ്റാണ്. അത് അടിസ്ഥാനരഹിതമായി പറഞ്ഞതാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു മതവിശ്വാസിയായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. അന്നാണ് നികൃഷ്ടജീവി എന്ന് വിളിച്ചത്. ആ പറഞ്ഞ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പം നവോത്ഥാന നായകനാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതാണ് പഴയ വിജയനും പുതിയ വിജയനും. അല്ലെങ്കിൽ വിജയൻ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവിൽ നിർത്തിയിട്ട് പോയ വിജയനാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതാണ് CPMൻ്റെ PB അംഗം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇദ്ദേഹം ഭക്തനാണ് എന്ന് പറയിപ്പിക്കുകയാണ്. അപ്പോൾ പാമ്പ വരെ പോയുള്ളൂ, പാമ്പ കഴിഞ്ഞ് പിന്നെ 2 കിലോമീറ്ററും കൂടെ കൊണ്ടെന്നൊക്കെ വേറെ ചിലർ പറയും. പക്ഷേ ഇദ്ദേഹം മൗനമായി ഇരിക്കുന്നത് ഇദ്ദേഹം ഒന്നിച്ചു വരുന്ന ആളിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നൗഷാദിൻ്റെയും പല വിഷയങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. പക്ഷേ എല്ലാ മനുഷ്യർക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഒരല്പം ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്നാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ അവിടെ ചെല്ലുമ്പം അദ്ദേഹത്തിന് ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നത് NDAയുടെ സംസ്ഥാന കൺവീനറാണ്. മകനൊക്കെ ആയിരിക്കാം. NDAയുടെ സംസ്ഥാന കൺവീനറാണ്. ഈ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെയായി മാറുകയാണ്. ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് അവിടുത്തെ സമ്മേളനത്തിൽ വളരെ അഭിമാന പുരസ്സരം വായിക്കുകയാണ്. അതിലെന്താ തെറ്റ് എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷെ ആ തെറ്റ് ഇവിടെ സംസ്ഥാനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ CPMും ഈ നേതാക്കന്മാരുമാണ്. അവർക്കങ്ങ് പുളകം കൊള്ളുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വെച്ചിട്ട്. എന്നിട്ട് ഇവിടെ പറഞ്ഞ എന്താണ്, ഇവിടെ വർഗീയവാദികളെ ഒന്നും ക്ഷണിക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെ ഇക്കാലം അത്രയും ഉന്നയിച്ച ആക്ഷേപങ്ങൾ എല്ലാം ഇവർ വിഴുങ്ങിയോ? അപ്പോൾ ഇത് മുഴുവൻ രാഷ്ട്രീയമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ വാസവനൊക്കെ അതിൻ്റെ അകത്ത് വളരെ വളരെ സൈലൻ്റായിട്ട് ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് 2024 നടന്ന ഏഷ്യ പസഫിക്
നമ്മുടെ സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിൽ ഡെഡ് സീയിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ശ്രീ VN വാസവൻ പോകട്ടെ എന്ന് അമിത്ഷാ തീരുമാനിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ഈ ബന്ധങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അടഞ്ഞ അധ്യായമാണ് ചിലർ പ്രഖ്യാപിക്കുകയാണ്. യുവതീ പ്രവേശം അടഞ്ഞ അധ്യായമാണ്, അത് കഴിഞ്ഞ അധ്യായമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആയിക്കോട്ടെ, പ്രഖ്യാപിക്കാം. അത് CPM-ന്റെ അഭിപ്രായമാണോ? ശരി. ശ്രീ MA ബേബിയുടെ ഒരു ലേഖനം ഹിന്ദുവിലും പിന്നീട് അതിൻ്റെ പരിഭാഷ മാതൃഭൂമിയിലും വന്നു. അദ്ദേഹം വ്യക്തമാക്കണം അത് അടഞ്ഞത് ഏത് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ്, ഏത് പാർട്ടി തീരുമാനിച്ച കാര്യമാണ് ഇവർ പറയുന്നത്. അത് ഓരോ നേതാക്കന്മാർക്ക് ഓരോന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിലെ സംസ്ഥാനത്തോട് തുറന്ന് പറയണം. തുറന്ന് പറയുമ്പോൾ ബാക്കി നമുക്കറിയാവുന്നത് നമ്മൾ പറയാം. ശരി. ഈ കഴിഞ്ഞ അധ്യായവും അടഞ്ഞ അധ്യായവും തമ്മിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനും പാർട്ടി സെക്രട്ടറി പറഞ്ഞതും തമ്മിൽ തന്നെ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രണ്ടുപേരുടെയും പ്രതികരണം അടക്കം കൊടുത്തിട്ട് ഇതിൽ ശരിക്കുമുള്ള അധ്യായം എന്താണ് എന്നതടക്കം ചോദിക്കുകയും ചെയ്തതാണ്. അതിനപ്പുറത്തും അത് ഒരു വാചകം കൂടി, ഇവര് നമ്മളെ കബളിപ്പിക്കുകയാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. നയങ്ങളൊക്കെ ഇവർക്ക് തീരുമാനിക്കുക. അവർ ഞങ്ങളുടെ നയം മാറി, ഇതാണ് ശരി, അന്ന് ഞങ്ങൾ പറഞ്ഞ തെറ്റായിരുന്നു, ഇത് അടഞ്ഞ അധ്യായമാണെന്ന് CPM-ന് തീർച്ചയായിട്ടും പറയാം. അതൊക്കെ അവർക്ക് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ ഇവരത് പറയണ്ടേ? ഇവർ ഈ കളിനും ചക്കരയ്ക്കും വേണ്ടി ചെത്തിയിട്ട് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും? ഇവർ കബളിപ്പിക്കുക, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇവരെ ഇപ്പം 3000 പേരെ വിളിച്ച വേദിയിൽ ഈ 3000 പേരെ 3500 പേരെ അവിടെ കൊണ്ടുവരാൻ CPM-ന് കഴിവില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? CPM-ന് തീർച്ചയായിട്ടും കഴിവുണ്ട്. പക്ഷെ CPM അത് ശ്രദ്ധിച്ചില്ല. CPM വേദി മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അവർ ഈ സമുദായ നേതാക്കന്മാരെ അവിടെ കൊണ്ടുവരുന്നതിലും യോഗി ആദിത്യനാഥിൻ്റെ കത്ത് വായിക്കുന്നതിലും കണ്ഠരര് മോഹനർക്ക് കൈ കൊടുത്ത് വേദിയിലേക്ക് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് കണ്ഠരര് മോഹനരാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം നേരത്തെ നടത്തിയ പ്രസംഗമുണ്ട്. നിങ്ങളൊന്ന് കേൾപ്പിക്കുമോ ഇവിടുത്തെ ആൾക്കാരെ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന മുഖ്യമന്ത്രി പിന്നെയും വൈറലാവുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഈ കാപട്യം കസേരയിലിരിക്കേണ്ട ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ കോൺട്രാക്ടർമാരുണ്ടല്ലോ, വോട്ട് കോൺട്രാക്ടർമാരാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ചിലർ, അവരാണ് ഈ വേദിയിലിരുന്നു കൊണ്ട് ഞങ്ങളെല്ലാവരും വന്നു എന്നുള്ളതിൽ വലിയ വിജയമായിട്ട് സർക്കാർ കാണുകയാണ്. ഈ കാപട്യം, ഇത് സത്യത്തിൽ ഒരു സർക്കാർ ഇതുപോലൊരു മതപരമായ പരിപാടി നടത്തുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. സർക്കാർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇത്ര ബ്ലേറ്റൻ്റായിട്ട് ഒരു രാഷ്ട്രീയ നിലപാട്, സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഇത്ര പ്രകടമായി ഒരു ദേവസ്വം ബോർഡ് പെരുമാറിയ ഒരു സന്ദർഭം എൻ്റെ ഓർമ്മയിലില്ല സത്യത്തിൽ. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഞാൻ അങ്ങനെയൊക്കെ വരികയും ചെയ്യാം. കോടതിയിലൊക്കെ ബോർഡാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞതെങ്കിലും സർക്കാർ പരസ്യങ്ങളടക്കം മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ ചിത്രങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പരിപാടിയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിമർശനം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റ് അതിഥികളിലേക്ക് വരാം. അതിനു മുമ്പ് ചില പ്രതികരണങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് രാവിലെ 8 മണിക്കും 7:30 മണിക്കും 9 മണിക്കും ഒക്കെ എടുത്ത് കുറേ ഭാഗം കൊടുത്തിട്ടുള്ള ആളുകളാണ് ഈ ഒഴിഞ്ഞ കസേര കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തുന്നത്. ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. വേണമെങ്കിൽ AE ഉപയോഗിക്കാം, നിങ്ങൾക്ക് AE ഉപയോഗിക്കാം, നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിനുള്ള സംശയം ഗോവിന്ദൻ മാഷ് മറ്റേ കബഡി നിരത്താൻ പോയല്ലോ, അവിടെ നിന്ന് കണ്ടതായിരിക്കും. ദൃശ്യങ്ങൾ അതിൻ്റെ പരാജയം ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അയ്യപ്പനെ വെച്ചുകൊണ്ടുള്ള ഈ ഇലക്ഷൻ കളിയുണ്ടല്ലോ, അത് വേണ്ടാന്ന് അയ്യപ്പനും അങ്ങ് തീരുമാനിച്ചു. അതിൻ്റെ ഫലമാണ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ. അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും അവർ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഈ തട്ടിക്കൂട്ടി പരിപാടിയല്ല നടത്തുന്നത്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഈ RSS ബന്ധം വെള്ളാപ്പള്ളിയെ ഹീനമായ തലത്തിൽ എത്തിച്ചു എന്ന് മുഖ്യമന്ത്രി 2015 സ്വന്തം ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റിന്റെ ഭാഗമായുണ്ടായിരുന്ന വരികൾ ഇന്നലെയൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അന്ന് RSS ബന്ധമാണ് വെള്ളാപ്പള്ളി നടേശനിൽ മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നത്. ഇപ്പോൾ RSSന് വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ബന്ധം ഉലയുകയാണോ, അതോ വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുദൃഢമാവുകയാണോ ചെയ്തത്? അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ചത് ഭക്തർക്ക് എന്താണ് ഗുണം, നിങ്ങൾക്ക് ഭക്തിയുണ്ട്, നടത്താനുള്ള എന്ത് ധാർമ്മികമായ അവകാശമാണ് CPM-നുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സാമുദായിക നേതാവ് തന്നെ ഭക്തപട്ടം സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിങ്ങളുടെ വിമർശനങ്ങൾ ഇല്ലാതെയാവുമോ? ഞാൻ ഇന്ന് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് മഹാസമാധിയായ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഹൈന്ദവ നവോത്ഥാന നായകനായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠൻ്റെ
അങ്ങേയറ്റത്തെ ഒരു 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 ദിനമാണ്. ഇതിൻ്റെ തലേ ദിവസമാണ് അയ്യപ്പ സംഗമം നടന്നത്. ശ്രീനാരായണ ഗുരുസ്വാമിയെ ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വികൃതി അല്ലെങ്കിൽ അങ്ങേയറ്റം അപലപിച്ചുകൊണ്ട് EMS നമ്പൂതിരിപ്പാടിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ദേശീയതയുടെ വികൃത രൂപങ്ങൾ എന്ന് പറഞ്ഞ് സിമൻ്റ് നാണു എന്ന് CPMൻ്റെ ആളുകൾ പറഞ്ഞ് അധിക്ഷേപിച്ചവരാണ് അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനത് വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളുടെ ചോദ്യമെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടതാണ്. വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള പ്രസ്താവനയുമൊക്കെ അവരവർ തന്നെ അത് പറയട്ടെ. അതിനിടയിൽ കയറി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് വ്യക്തിപരമായിട്ടുള്ള അവർ തമ്മിലുള്ള ഏർപ്പാടാണ്. എനിക്ക് ചോദിക്കാനുള്ളത് അതൊന്നുമല്ല. എനിക്ക് നിങ്ങളുടെ ഈ ക്യാപ്ഷൻ ഉണ്ടല്ലോ, ശരണം വിളിച്ച് തെരഞ്ഞെടുപ്പിലേക്കോ, ഈ ക്യാപ്ഷൻ വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഒന്നാം തരം ചർച്ചയുടെ നല്ലൊരു ക്യാപ്ഷനാണ്. അതുകൊണ്ട് തന്നെ 2-3 ചോദ്യങ്ങൾ ഈ സമൂഹത്തിലെ ജനങ്ങളോട്, ഇത് സംഘടിപ്പിച്ചവരോട്, അതുപോലെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തത്, എന്തുകൊണ്ട് CPM പ്രതിനിധികൾ ഈ ചർച്ചയ്ക്ക് വന്നില്ല? അതിന് ശ്രീ ജോസഫ് സി മാത്യു ഒരു കാര്യം പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് വേറൊരു തലത്തിലാണ്. അയ്യപ്പ സംഗമം അതിൻ്റെ അർത്ഥതലത്തിൽ പൊളിഞ്ഞുപോയി. അത് തികഞ്ഞും പരാജയപ്പെട്ടു പോയി. വാസവൻ പറഞ്ഞു അതിൽ ആളില്ലാത്തത് നേരത്തെ എടുത്ത ഫോട്ടോയാണ്. അപ്പം ആളില്ലായിരുന്നു എന്ന് വാസവന് ഉറപ്പാക്കി കഴിഞ്ഞു, അത് നേരത്തെ എടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ. 2, ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അത് AI സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണെന്നാണ്. എന്തായാലും മാതൃഭൂമിയെ പോലെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ എത്രയോ നേരം അത് കാണിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അവരതിൽ വരാത്തത്, ഇത് പൊളിഞ്ഞു പോയി. അഖില ലോക അയ്യപ്പ എന്ന പേര് മാറ്റിയിട്ട് അഖില ലോക പൊളിഞ്ഞ സംഗമം എന്ന രീതിയിൽ ഇത് അറിയപ്പെടും. രണ്ടാമത്തെ കാര്യം, CPMഉം അതുപോലെ കോൺഗ്രസുമെല്ലാം ഭൈമി കാമുകന്മാരായി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭൈമി കാമുകന്മാരായി മാറാനുള്ള ശ്രമമാണ് ഈ ശരണം വിളിച്ച് തെരഞ്ഞെടുപ്പിലേക്കോ എന്ന നിങ്ങളുടെ ചർച്ചയിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്. ഭൈമി കാമുകന്മാരെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഭൈമി കാമുകന്മാരായിരുന്ന ദേവന്മാരുടെ മുമ്പിൽ മനുഷ്യനായ നളനെ എങ്ങനെ തിരിച്ചറിയും എന്ന് അന്താളിച്ചു പോയ നള ദമയന്തി കഥയിലെ ദമയന്തി മഹേശ്വരനോട് പ്രാർത്ഥിച്ചപ്പോൾ മഹേശ്വരൻ പറഞ്ഞു, ദമയന്തി നീ ദേവന്മാരുടെ മുഖത്തേക്ക് നോക്കണ്ട, എല്ലാവരുടെയും കാലുകളിൽ നോക്കുക. മനുഷ്യനായ നളൻ ഭൂമിയിൽ കാല് ചവിട്ടി നിൽക്കുന്നുണ്ടാവും, ദേവന്മാർക്ക് ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യനായ നളൻ ഏതാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കാലിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ അയ്യപ്പ ആഗോള സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ അവർ പിണറായി വിജയൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ആ മുഖം വികൃതമാണ് എന്നവർക്കറിയാം. അവർ വിശ്വാസികളുടെ കാലിൽ ചവിട്ടി അയ്യപ്പൻ്റെ ഭൂമിയെ, അയ്യപ്പൻ്റെ പൂങ്കാവനത്തെ, ശബരിമലയെ സംരക്ഷിക്കാൻ വന്ന വിശ്വാസികളോടൊപ്പം, ശബരിമലയോടൊപ്പം, ശബരിമല പൂങ്കാവനത്തോടൊപ്പം, 18-ാം പടിയോടൊപ്പം ശബരിമലയിലെ പരിപാവനമായ ആ പുണ്യ സങ്കേതത്തിലെ ഭൂമിയിൽ ചവിട്ടി നിന്നതുകൊണ്ട് ഈ സംഗമം പൊളിഞ്ഞുപോയി. അപ്പോഴാണ് പുതിയ സാധനം കയറ്റിക്കൊണ്ടുവരുന്നത്. അതെന്താ? ഇത് മതാതീത കേന്ദ്രമാണ്. ഞാൻ ഈ കാര്യം നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്, ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ ഒരു യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും നടത്താൻ തയ്യാറല്ല, അയ്യപ്പന്റെ പേരിൽ നടക്കുന്നതെല്ലാം നന്നായി നടക്കട്ടെ എന്നുള്ളതല്ലേ. ഇപ്പൊ പാർട്ടി അധ്യക്ഷന് അങ്ങനെ ഒരു മനോഭാവമുണ്ട്. അല്ലേ, ഞാൻ ഇതിനിപ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഇന്നലത്തെ സംഗമത്തിലൊന്നും ഈ ശബരിമലയ്ക്ക് ഗുണകരമാവുന്ന എന്ത് നടക്കുന്നതിനെയും ഞങ്ങൾ അനുകൂലിക്കും. അതിനൊന്നും ഞങ്ങൾ അനുകൂലിക്കാതിരിക്കില്ല. പക്ഷേ ഇത് തട്ടിപ്പാണ് എന്ന് ജോസഫ് സി മാത്യു പറഞ്ഞതിലേക്കാണ് ഞാൻ വരുന്നത്.
മതാതീത കേന്ദ്രമാണ്. ശബരിമല മതാതീത കേന്ദ്രമാണോ? അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഒഴിവാക്കണ്ടേ? ശബരിമലയെ ദേവസ്വം ബോർഡിൽ നിന്ന് ഒഴിവാക്കണ്ടേ? ദേവസ്വം ബോർഡ് എന്തിനാ? ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനല്ലേ? ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനുള്ള ദേവസ്വം ബോർഡിലല്ലേ ശബരിമല? അപ്പോൾ മതാതീതമാണ്. ഈ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ മാതൃഭൂമിയെ പോലുള്ള ആളുകളാണ്. മതാതീത കേന്ദ്രം എന്ന് പറഞ്ഞാൽ പിന്നെ ശബരിമലയെ ദേവസ്വം ബോർഡിൽ നിന്ന് ഒഴിവാക്കണം. ഇനി മതാതീത കേന്ദ്രമാണെങ്കിൽ ഇവർക്ക് പോയി ഒന്ന് തൊഴുതൂടെ? ഇവർക്കൊന്ന് തൊഴുതൂടെ? ശബരിമലയിൽ മതാതീത കേന്ദ്രമാണ്, എന്നാൽ പിന്നെ ശബരിമലയിൽ പോയിട്ടൊന്ന് തൊഴുതു നിന്നൂടെ? ഇനി ശബരിമല മതാതീത കേന്ദ്രമാണ് എന്നൊരു കാര്യം ചെയ്യാം. ഇന്നലെ കൊടുത്ത അയ്യപ്പനുണ്ടല്ലോ, ദേവസ്വം ബോർഡ് മറ്റേ ഒരു അയ്യപ്പനെ കൊടുത്തുവല്ലോ പിണറായിയുടെ കയ്യിൽ. മതാതീത കേന്ദ്രത്തിലെ അയ്യപ്പനെ ഭരണകേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കണം. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര ഓഫീസിൽ, ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രദർശിപ്പിക്കണം. ഈ തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൻ്റെ ഫോട്ടോ എല്ലാ ഗവൺമെൻറ് ഓഫീസിലുണ്ട്. BJP ആവശ്യപ്പെടുകയാണ് മതാതീത കേന്ദ്രമാണെങ്കിൽ അയ്യപ്പൻ കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് ഓഫീസുകളിലും വെക്കണം. തയ്യാറാണോ? ഈ ശുദ്ധ വങ്കത്തരം, ശുദ്ധ വിഡ്ഢിത്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് അതിനെ കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ. ഇത് മതേതര കേന്ദ്രമാണ്. ഇന്നലെ കണ്ടില്ലേ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശരണം വിളിച്ചത്? മുട്ടി ചുരുട്ടി ഇൻകുലാബ് സിന്ദാബ വിളിക്കുന്ന പോലെയാ. സ്വാമിയെ ശരണമയ്യപ്പ. ഇതാണോ? ഇതിനെയാണോ, ഇങ്ങനെയാണോ ഇത് സംഘടിപ്പിക്കപ്പെടേണ്ടത് എന്ന് വളരെ കൃത്യമായി നാം ചിന്തിക്കണ്ടേ? അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ പറയുന്നത് 2018 ശബരിമലയെ തകർക്കാൻ ഏത് ശ്രമമാണോ പിണറായി വിജയൻ ചെയ്തത്, ആ ശ്രമം തട്ടിപ്പ് അത് തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, വിശ്വാസികൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഒഴിഞ്ഞ കസേരയായിട്ട് അത് മാറിയത്. അവിടെയാണ് നിങ്ങളുടെ ചോദ്യം വരുന്നത്. നിങ്ങളുടെ ചോദ്യം എന്താ? ശരണം വിളിച്ച് ശബരിമലയിൽ, ശരണം വിളിച്ച് തെരഞ്ഞെടുപ്പിലേക്കോ? പിന്നെ എന്താ ഇനി വിളിക്കാനുള്ളത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളത് കേരളം. ഇന്ത്യയിൽ കഴിഞ്ഞു, ഞാൻ ഒരു നാല് പരിമളം പറഞ്ഞാൽ തീർക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക കടബാധ്യതയുള്ളത് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലവർധനമുള്ളത് കേരളം. ഇന്ത്യയിൽ സാമൂഹികമായി, രാഷ്ട്രീയമായി, ദേശീയമായി തകർന്നു പോയത് ഈ കേരളം. ആ കേരളത്തിൽ ഇനി ശരണം വിളിയല്ലാതെ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. വാളിൻ്റെ പിന്നിലൂടെ നടന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണഭൂതൻ എന്ന സ്വയം പേരിട്ട് കാരണഭൂതനായ ആ വിജയൻ, പിണറായി വിജയൻ, അയ്യപ്പൻ്റെ ഭൂതഗണമായി മാറാനുള്ള ഒരു ചെറിയ ശ്രമമാണ് അയ്യപ്പ സംഗമത്തിൽ നടത്തിയത്. അതല്ലാതെ ആശയപരമായി തകർന്നുപോയ, സാമ്പത്തികമായി തകർന്നുപോയ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായാണ് കേരളത്തിൽ സംഭവിച്ചത്. അത് ആ പ്രക്ഷോഭം ഒരു പക്ഷേ സംഘപരിവാര സംഘടനകളുടെ ഇടപെടൽ ആണ് കൂടുതൽ രൂക്ഷമാക്കി മുന്നോട്ട് കൊണ്ടുപോയത്. എന്നിരുന്നാൽ പോലും രാഷ്ട്രീയമായി അതിൻ്റെ ഫലമുണ്ടായത് കോൺഗ്രസിന് തന്നെയാണ്. ശേഷമുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അത് വളരെ പ്രകടവുമായിരുന്നു. കോൺഗ്രസ് ഇതേ ആശയമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും കോൺഗ്രസിനാണ് ഗുണപരമായി അത് ഭവിച്ചത് രാഷ്ട്രീയമായി. CPM ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടെ നിർത്തുക എന്നതിൽ നിന്ന് മാറി ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം പയറ്റുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവടക്കം വിമർശനം ഉന്നയിച്ചത്. അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ? നിജേഷ് കേൾക്കാമോ? എന്നോടാണോ ചോദിച്ചത്? മധു, നിജേഷ് അരവിന്ദ് അങ്ങയോടാണ്. ഞങ്ങൾ ഈ ശബരിമല വിഷയത്തിനെ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ലാഭമാക്കുക എന്നൊരു പരിപാടിക്ക് മെനക്കെട്ടിട്ടില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യവുമല്ല. അപ്പം ഞാൻ ഈ ചർച്ചയെ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരാഗ്രഹവും സന്തോഷവും എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ CPMന്റെ പ്രതിനിധികൾ വരിക, ഒരു വലിയ ശരണം വിളി അവരുടെ ഭാഗത്ത് കേൾക്കുക. കാറൽ മാർക്സും ഏംഗൽസും ലെനിനും ഒക്കെ കടിച്ചാൽ പൊട്ടാത്ത പ്രമേയവും പ്രത്യയശാസ്ത്രവും പറയുന്നതിന് പകരമായിക്കൊണ്ട് ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ CPMന്റെ പ്രതികൾ ഇവിടെ വന്ന് സംസാരിക്കുക, അത് കേൾക്കുന്നൊരു സന്തോഷമായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായത്. പക്ഷേ വലിയ പൈസ മുടക്കി വലിയ പ്രചരണം നടത്തിയ ഒരു പരിപാടിക്ക് പിറ്റേ ദിവസം അതിനെ ന്യായീകരിക്കാനും അതിൻ്റെ വിള കൊയ്യാനും CPMന്റെ പ്രതികൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. അത് പരാജയപ്പെട്ട് പിറകോട്ട് പോയി. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയം, CPM എങ്ങോട്ട് പോകുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി
പിണറായി വിജയൻ. ഒരു പക്ഷേ ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെയും അതുപോലെ തന്നെ കോഴിക്കോട് MP ശ്രീ MK രാഘവന്റെ വെളിപ്പെടുത്തലുകൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ MP പറഞ്ഞത് ശ്രീ ഗോവിന്ദ മാഷ് പോകുന്ന ജ്യോത്സ്യൻ കൊടുത്ത പ്രായശ്ചിത്തത്തെ പറ്റിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. വെള്ളാപ്പള്ളി പറയുന്നത് ഇദ്ദേഹം ഒരു പരമഭക്തനാണ് എന്നാണ്. രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ ഇതൊരു CPM-ന്റെ രാഷ്ട്രീയ ലൈനിന്റെ മാറ്റമാണ്. ഇതൊരു പ്രായശ്ചിത്തമാണ് ഇത് ചെയ്യുന്നത്. 6 വർഷം മുമ്പ് കേരളത്തിലെ ശബരിമല എന്ന് പറയുന്ന അമ്പലത്തിനകത്ത് ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, കേരളത്തിലെ ജനതയ്ക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കിയ, വേദനയുണ്ടാക്കിയ ആ കോപ്രായങ്ങൾക്ക് ഞങ്ങളിതാ മറുപടി പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുന്നു. ഇനി ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഹിന്ദുത്വത്തിന്റെ അംബാസിഡറായ യോഗി ആദിത്യനാഥിനെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എനിക്കും മാധുവിനും അല്ലെങ്കിൽ ഈ പാനലിസ്റ്റുകൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി വന്നുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുക, ഡിയർ വാസവൻജി എന്ന് പറഞ്ഞ് അതിൽ ആത്മഹർഷം കൊള്ളുക, ആത്മാഭിമാനം കൊള്ളുക, നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. പക്ഷെ അതാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവാണ്, അംബാസിഡറാണ്. അദ്ദേഹത്തെ സ്വന്തം കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിണറായി വിജയൻ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. പിറ്റേ ദിവസം വെള്ളാപ്പള്ളി തന്നെ പറയുന്നു ഇനിയും അദ്ദേഹം ഭരിക്കും, അദ്ദേഹം ഭക്തനാണ്, 2 തവണ അദ്ദേഹം ഇവിടെ വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായശ്ചിത്തം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, എന്തിനായിരുന്നു ഈ കോപ്രായങ്ങൾ? 6.5 വർഷം മുമ്പ് ഒരു സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനായിരുന്നു കോപ്രായങ്ങൾ? എന്തിനായിരുന്നു കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്ഥിതിയെ മലീമസമാക്കിക്കൊണ്ട് ചില ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ആഘോഷിച്ച് ആ ആഘോഷത്തെ തെരുവിലേക്ക് വന്ന് വനിതാ മതില് കെട്ടി, നവോത്ഥാന മതില് കെട്ടി ഒക്കെ മുന്നോട്ട് പോയി? ഞാൻ ഏതൊരു ചർച്ചയിൽ ചോദിച്ചു, ആഗോള അയ്യപ്പ സംഗമത്തിൽ CPM നേരത്തെ മുന്നോട്ട് വെച്ച ഒരു സ്ത്രീ സമത്വം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഐക്കണുകളായ സ്ത്രീകളെ, നേരത്തെ ശബരിമല ചവിട്ടി എന്ന് അവകാശപ്പെട്ട അഭിമാനിച്ച ആ സ്ത്രീകളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ CPM-ന്റെ വനിതാ പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. നവോത്ഥാനത്തിലേക്കുള്ള ഒരു പുതിയ ചുവടുവെപ്പ്. ഇവിടെ എന്താ സംഭവിച്ചത്? സ്പിരിച്വൽ ടൂറിസത്തെ പറ്റി ചർച്ച. എന്താ ബാധു, ശബരിമലയിൽ ആള് വരാത്തതാണോ പ്രശ്നം? ശബരിമലയിൽ വരുന്ന ആളുകൾക്ക് സൗകര്യം കൊടുക്കാൻ കഴിയാത്തതാണ് കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് വെർച്വൽ ക്യൂ പ്രകാരം കൊടുക്കാൻ സാധിക്കുന്നു. ആളുകളെ കൊള്ളുന്നില്ല, പലർക്കും വരാൻ സാധിക്കുന്നില്ല. അതെങ്ങനെ കൊണ്ടുവരണം എന്ന് പറയാൻ വേണ്ടി 7 കോടി രൂപ മുടക്കിയിട്ട് പമ്പയിൽ വലിയ ശീതീകരിച്ച പന്തലുണ്ടാക്കി പഴയിടത്തിന്റെ ഭക്ഷണം കഴിച്ച് പിരിയേണ്ട കാര്യമുണ്ടോ? ഇതിൽ താല്പര്യമുള്ള ആളുകൾ ഒരു സൈറ്റ് തുറക്കാം, ഒരു പോർട്ടൽ തുറക്കാം, അഭിപ്രായങ്ങൾ സ്വീകരിക്കാം, വിദഗ്ധരെ അയക്കാം, മാറ്റങ്ങൾ വരുത്താം. എത്ര എളുപ്പമാണ്. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പിലത്തെ വർഷം കേരളത്തിലെ എല്ലാ സംസ്ഥാനത്തും വന്ന, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വന്ന വ്യത്യസ്ത ഭാഷ നേരിട്ട് അത്തരത്തിൽ അഭിപ്രായ സമാഹരണം നടത്തണമെന്നൊരു സർക്കാരിനോ ഒരു ഭരണാധികാരിക്കോ തോന്നുകയാണ് എങ്കിൽ അതിനെ കുറ്റം പറയാൻ കോൺഗ്രസിന് സാധിക്കുമോ? ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിന് സാധിക്കുമോ? അല്ല, അതിന് വേണ്ടത് മാധു, ഇത് ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ അതിന് പമ്പയിൽ പന്തല് കെട്ടിയിട്ട് നടത്തേണ്ട കാര്യമുണ്ടോ? ലളിതമല്ലേ? ദേവസ്വം ബോർഡിന് ഒരു ചർച്ചയ്ക്ക് വെക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവരാം, ഓരോ പരിപാടി കൊണ്ടുവരാം. അല്ലാതെ ആഗോള അയ്യപ്പ സംഗമം എന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കി എല്ലാ രാജ്യത്തുള്ള ആളുകളെ, സംസ്ഥാനത്തുള്ള ഭരണാധികാരികളെ വിളിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റിൽ കാര്യമുണ്ടോ എന്നുള്ളത്, അത് കാര്യമുണ്ടോ എന്ന് സുപ്രീം കോടതിയിൽ വരെ പോയില്ലേ? ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞില്ലേ, ഒരു ദിവസത്തേക്കൊരു സമ്മേളനം അവിടെ നടത്തുന്നത് ആർക്കാണ് ബുദ്ധിമുട്ട് എന്ന് കോടതി തന്നെ ചോദിച്ചില്ലേ? അപ്പൊ അത് കാര്യമുണ്ടോ എന്നുള്ളതിൽ ചോദ്യമില്ല. ഞാൻ അങ്ങയുടെ രാഷ്ട്രീയ ചോദ്യമാണ് ചോദിച്ചത്. ഈ സാഹചര്യം ഭൂരിപക്ഷ വോട്ടുകളെ CPM-ലേക്ക് ആകർഷിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്റെ ചോദ്യം, ഞാൻ അവിടെ പറയുന്നത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് 7 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തിയതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒബ്ജക്റ്റീവ് അത് ലക്ഷ്യത്തിലേക്ക് എത്തിയോ ഇല്ലയോ എന്നുള്ളതിനല്ല. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ചർച്ചയും കാര്യങ്ങളും ഒക്കെ കേരളത്തിലെ ജനത അതിസമ്പന്നമാണ് ബൗദ്ധികമായി. ഞാൻ സാമ്പത്തികമല്ല, ബൗദ്ധികമായി അതിസമ്പന്നരായ ജനതയാണ്. അവർക്കറിയാം എവിടെ വോട്ട് ചെയ്യണം, എങ്ങനെ ഏതൊരു വിഷയത്തിനെ അഡ്രസ് ചെയ്യണമെന്ന് അറിയുന്നവരാണ്. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പിലായിക്കൊണ്ട് വോട്ട് മാറ്റിയും മറിച്ചും അവർ ചെയ്യുന്നില്ലേ? ഓരോ വിഷയത്തിനോടും പ്രതികരിക്കുന്നില്ലേ? CPM നടത്തിയ ഏതെങ്കിലും സംഗമത്തിനോട് അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു കാലത്ത് നമ്മൾക്കറിയാം, പൗരത്വ സമരമാവട്ടെ, ഏക സിവിൽ കോഡ് ആവട്ടെ, പലസ്തീൻ ആവട്ടെ, CPM സംഗമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. കേരളത്തിലെ ജനത എന്ത് ചെയ്തു? അതൊരു തട്ടിപ്പാണ്. CPM-ന്റെ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് അതൊരു തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ കുത്തേണ്ടടുത്ത് കുത്തി. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കിയിട്ടല്ല. അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനത, പ്രത്യേകിച്ച് CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾക്കകത്തുള്ള ആളുകൾ പോലും കൃത്യമായി വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ, കഴിഞ്ഞ ബൈ ഇലക്ഷനുകളിലൊക്കെ. അപ്പൊ അതൊരു
യാഥാർത്ഥ്യമാണ്. അതിന് ഏതെങ്കിലും ഒരു സംഗമം നടത്തിയിട്ടുണ്ടോ, അല്ല, ഏതെങ്കിലും ഞാൻ ഒരാളെ കാറിൽ തെരഞ്ഞെടുപ്പുകൾ എന്ന് വെച്ചുകൊണ്ടോ, പറഞ്ഞപ്പോൾ കാസർഗോഡ് ഭഗവത്ഗീതയുടെ മുതൽ 4 വരി തിരുവനന്തപുരം വരെ ആളുകൾ വോട്ട് മാറ്റി മാറുന്ന കുത്തിയെന്ന് ഒരു പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പല്ല. ഞാൻ ഒന്ന് അമ്പരന്നിരിക്കുകയായിരുന്നു. പിന്നീട് അങ്ങ് ഈ ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റൊരു ചോദ്യം അങ്ങനോട് ചോദിക്കുന്നില്ല. കാരണം അതിനുശേഷവും സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത് CPM ആണ് എന്നുള്ളതാണ് CPM ആ വിഷയത്തിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഒരു കാര്യം. ശ്രീ പ്രിയദർശൻ തമ്പി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അങ്ങനെ ഒരു മതവുമായി ബന്ധപ്പെട്ട പരിപാടി നടത്തേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഈ സംഗമത്തിന്റെ പ്രഖ്യാപന സമയത്ത് തന്നെ വന്നതാണ്. പക്ഷേ സർക്കാർ പറയുന്നു അത് ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡിന് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതുണ്ട് എന്ന പ്രഖ്യാപനവുമായി നടത്തുന്നു. അതിൽ നമുക്ക് തർക്കിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നേരത്തെ ഒക്കെ ആ കാര്യങ്ങൾ മറ്റ് പാനലിസ്റ്റുകൾ ഉന്നയിച്ചപ്പോൾ ഞാനും ആ കാര്യത്തിലൊരു അഭിപ്രായം സർക്കാരിൻ്റെത് ഇതാണല്ലോ എന്ന തരത്തിലുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ അവിടെ വന്ന് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന മുഖ്യാതിഥിയായി തന്നെ പങ്കെടുക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വന്ന് ഇത്രയും നേരമാകുമ്പോൾ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. ഗോവിന്ദൻ മാഷ് അടക്കം സംസാരിച്ചു. അപ്പോഴൊക്കെ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭക്തി സംസ്ഥാനത്തൊരു സംസാര വിഷയമാക്കേണ്ട സാഹചര്യം പാർട്ടിക്കുണ്ടോ? അല്ല, മാധു ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരുപാട് അതിൻ്റെ അർത്ഥതലങ്ങൾ ഒരുപാടുണ്ട്. ഇതിനാൽ എനിക്ക് ഒരു കാര്യം പ്രധാനമായും പറയാനുള്ളത്, ശബരിമല സ്വാമി അയ്യപ്പൻ ലോകമെമ്പാടുമുള്ള ഭാരതീയരുടെ, വിശിഷ്യ ഹിന്ദു സമുദായ അംഗങ്ങളുടെ, ദൈവവിശ്വാസമുള്ളവരുടെ മനസ്സിലെ ഒരു വികാരമാണ്. അതിൽ ശബരിമല പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ചിടത്തോളം, സൗത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാൽ ശബരിമല ഇവിടെ എന്നോടൊപ്പമുള്ള ഒരു പാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ആളുകൾ ഓരോ ദിവസം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് എല്ലാ ഭക്തരുടെയും ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു ആവശ്യമാണ്. അത് നടപ്പാക്കേണ്ടത്, അതിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഒരേ ഒരു ലക്ഷ്യം ശബരിമല വികസനം, അല്ലെങ്കിൽ ശബരിമല അടിസ്ഥാന വികസനം എന്നുള്ളതാകണം. അതിനുവേണ്ടി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമ്പോൾ ആ നടപടികളെ കണ്ണടച്ച് എതിർക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായക്കാർ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഒരു നെല്ലും പതിരും തമ്മിൽ തിരിച്ചെടുക്കുന്നത് പോലെ പതിര് മാറ്റി നെല്ല് മാത്രം എടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിലെ നല്ല വശങ്ങൾ ഇതിൽ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയതിൽ തെറ്റൊന്നുമില്ല. കാരണം ഈ അതാണ് ഞാൻ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത്. കാരണം ദേവസ്വം ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. നമുക്കറിയാം, നേരത്തെ ദേവസ്വം ബോർഡ് മാത്രമായിരുന്നു പവേഴ്സ് ഉണ്ടായിരുന്നത്. ദേവസ്വം ബോർഡ് കാലാകാലങ്ങളിലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു. അന്നൊക്കെ ഒരു സമുദായത്തിന് മാത്രം വീതം വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. അതെല്ലാം കേരളത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ദേവസ്വം ബോർഡ് ഉണ്ടായതിനു ശേഷം ഒരു സമുദായത്തിൻ്റെ ആളുകൾ മാത്രമേ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളൂ. അതിനുശേഷം മാറ്റമുണ്ടായത് കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ശ്രീ ബാബു അവറുകൾ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായതിനു ശേഷമാണ്. അപ്പോൾ അത്തരത്തിൽ ദേവസ്വം ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ളത് മാറിയത് ശ്രീ ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോഴാണ്. ദേവസ്വം ബോർഡിൻ്റെ അത്തരത്തിലുള്ള ഏകപക്ഷീയമായ അധികാരങ്ങളെ എടുത്തു കളയുകയും പിന്നെ ഹൈക്കോടതി അതിൽ ഇടപെടുകയും ഇപ്പോൾ ഇത്ര ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ പെർമിഷൻ വേണമെന്നും ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് വരികയും അറിവുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയങ്ങൾ തന്നെയാണല്ലോ ശ്രീ പ്രിയദർശൻ തമ്പി ചർച്ച ചെയ്തത്. പക്ഷേ ഇതിനു ശേഷം ഉരുത്തിരിഞ്ഞ സാഹചര്യമാണ് ഇത് തന്നെ ഉണ്ടാകുമെന്നാണ് തുടക്കത്തിൽ മുതൽ ഉണ്ടായിരുന്ന ചില വിമർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം. ഒരു സർക്കാർ അതിന് നേതൃത്വം നൽകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുമ്പോൾ, ഉദ്ഘാടകരാകുമ്പോൾ ഒക്കെ പിന്നീട് വരുന്ന പരാമർശങ്ങളും പിന്നീടുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് അത് വളരെ വ്യക്തമായി ഇതിനു ശേഷം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അങ്ങ് കാണുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായങ്ങളെയൊന്നും, അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളെയൊന്നും ഇവിടെ വ്യക്തിപരമായി യോജിപ്പുള്ള ആളല്ല ഞാൻ. കാരണം അദ്ദേഹം പല അവസരങ്ങളിലും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് ടെലിവിഷനിൽ കണ്ടതാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ സംഗമം ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ സംഗമം ഈ അവസരത്തിൽ നടത്തുന്നതിന് എന്നുള്ളതിന് അദ്ദേഹം മറുപടിയും പറഞ്ഞിട്ടുണ്ട്. കാരണം ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പന്ഥാവിൽ കൂടി നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം
സർക്കാരുകൾക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള ദൗത്യം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ അവിടെ അവതരിപ്പിക്കപ്പെടുകയും അത് ചർച്ച ചെയ്യുകയും അതിനുള്ള തുടർ നടപടികൾ ഉണ്ടാകുകയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തുടർ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സമയം പോലും ആയിട്ടില്ല. ഈ സംഗമം നടക്കുന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ഇതിനെ ഇത്രയേറെ വിമർശിക്കപ്പെടാൻ എന്താണ് ഇതിന് പിന്നിലുള്ളതെന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകുന്നില്ല. കാരണം അതിൽ രാഷ്ട്രീയമില്ല ഉണ്ടാകാം. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയം സ്വാഭാവികമായും ഉണ്ടാകും. ഉണ്ടായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഉണ്ടായ 2 വിമർശനങ്ങൾ എന്ന് പറയുന്നത് 7 കോടി രൂപയോളം ചെലവിട്ട് നടത്തിയ ഒരു സംഗമത്തിൽ ആവശ്യത്തിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഈ ചർച്ചകളടക്കം അഭിപ്രായ സമാഹരണമാണ് ലക്ഷ്യമെങ്കിൽ ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ആളുകൾ അവിടെ ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല എന്നൊരു വിമർശനമാണ് ഒന്ന് അവിടെ ഉണ്ടായത്. രണ്ടാമത് അവിടെ വന്നതിന് ശേഷം അവിടെ ഞങ്ങളെല്ലാവരും ഭക്തരാണ്, കമ്മ്യൂണിസ്റ്റുകാരാകെ ഭക്തരാണ് എന്ന ഒരു പ്രഖ്യാപനം ഒരു സമുദായ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഭക്തനാണ് എന്ന ഒരു വിഭാഗത്തോട്, ഇപ്പോൾ ഭക്തനാണ് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭക്തൻ എന്നുള്ളത് തന്നെയാണല്ലോ അദ്ദേഹം എടുത്തു പറയുന്നത്. അയ്യപ്പന്റെ ഭക്തൻ എന്ന് തന്നെയാണല്ലോ എടുത്തു പറയുന്നത്. അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു അയ്യപ്പ ഭക്തനാണ് എന്ന് അദ്ദേഹം വിളംബരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് CPM ഈ പോയ മണിക്കൂറുകളിൽ എവിടെയും തോന്നുന്നില്ല എന്നുള്ളതും കൂടിയാണ്. അങ്ങനെ തിരുത്താൻ കഴിയില്ല. അത് വലിയ വിവാദങ്ങളായി പരിണമിക്കും, ഒരു പക്ഷേ അവഗണിച്ചു വിടുകയായിരിക്കും. ഇതേ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ പോയി മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം നവോത്ഥാനത്തിന് നൽകിയ സംഭാവനകളും അദ്ദേഹത്തെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന്റെ തെറ്റായ രീതിയും അദ്ദേഹം കുമാരനാശാൻ നൽകിയതിനപ്പുറത്തേക്കുള്ള സംഭാവനകൾ നൽകിയ ഒരാളാണ് എന്നതടക്കമുള്ള പട്ടവും ഒക്കെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ പരിപാടി കേരളം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പല അവസരങ്ങളിലും പല ആളുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും അല്ലാതെ രേഖപ്പെടുത്തുന്ന ആളാണ്. നമുക്കറിയാം നമ്മുടെ പൊതുസമൂഹത്തിൽ അദ്ദേഹം ആളുകളെക്കുറിച്ച്, പല നേതാക്കന്മാരെക്കുറിച്ച്, മഹാരഥന്മാരായ ആളുകളെക്കുറിച്ച്, അല്ലാത്തവരെക്കുറിച്ച് ഒക്കെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ ചിലപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തും, നല്ല അഭിപ്രായങ്ങൾ ചിലപ്പോൾ രേഖപ്പെടുത്തും. അദ്ദേഹം അതെല്ലാം രേഖപ്പെടുത്തുന്ന ആളാണ്. അതിനെക്കുറിച്ച് പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. പറയേണ്ട അവസരത്തിൽ പറയുന്നത് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന അതേ അവസരത്തിൽ തന്നെ അദ്ദേഹം കുറേയേറെ നാളുകളായി, ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 25 വർഷത്തോളം കാലമായി SNDP യൂണിയൻ ജനറൽ സെക്രട്ടറിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും അംഗബലത്തിലും അല്ലാതെയും തന്നെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിൻ്റെ, ഒരു SNDP ചരിത്രമുള്ള ഒരു സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി അജയ്യനായി. കാരണം കുറേ നാളുകളായി അദ്ദേഹത്തിനെതിരെ പലരും മത്സരിച്ചു. അജയ്യനെ അദ്ദേഹം നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ റെക്കോർഡാണ്. അദ്ദേഹം ഇരുന്ന ഈ പോസ്റ്റിൽ ഇതിനു മുമ്പ് ഇത്രയും കാലയളവ് SNDPയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആരും ഇരുന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ഏറ്റവും പ്രബലമായ SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിൽ, വാർഷിക ചടങ്ങിൽ മന്ത്രിമാർ പോകും, മുഖ്യമന്ത്രി പോകും, അത് കോംപ്ലിമെൻ്റ് ചെയ്യും. അത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ മറ്റെന്തെങ്കിലും വിചാരിക്കേണ്ട കാര്യമില്ല. അത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ കേരളത്തിൽ കത്തി നിന്നിരുന്ന വിവാദങ്ങളും വെള്ളാപ്പള്ളിയുടെ തന്നെ വിവാദമായ പരാമർശങ്ങളും ഒക്കെ ഉണ്ടായി. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ വിവാദമായ പരാമർശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അന്ന് അവിടെ പോയി അത് പറഞ്ഞത് എന്നതും ശ്രദ്ധേയമാണ്. അല്ല, അത് പറഞ്ഞത് അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ. ഞാനതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിക്ക് മറ്റ് ഡീമെറിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം വഹിക്കുന്ന പദവി, അദ്ദേഹം ഇത്രയും കാലം വഹിക്കുന്ന പദവി, ആ റെക്കോർഡ്, ആ പദവിയുടെ മഹത്വം നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രീയ പ്രവർത്തകർ, നമുക്കറിയാം ഈ പറയുന്ന മുഖ്യമന്ത്രി പോയി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം വളരെ ഹീനമായ ഭാഷയിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും വിമർശിച്ചിട്ട് അവർ പോലും മറുപടി പറയാൻ തയ്യാറാകുന്നില്ലല്ലോ. അതേ പ്രിവിലേജ് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ട് എന്ന് കൃത്യമായി CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ തന്നെ, നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞതുപോലെയും വേറെ വാഹനമില്ലാഞ്ഞിട്ടോ വാഹനത്തിൽ കയറാൻ കൊതിയുണ്ടായിട്ടോ ഒന്നുമല്ല, മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ തന്നെ കൊണ്ടുവരികയും മുഖ്യമന്ത്രിയുടെ ഈ ശബരിമലയോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ തുറന്ന പ്രസ്താവന ഉണ്ടാവുകയും CPM അതിൽ ഒരു വിശദീകരണവും തരാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ആ പ്രിവിലേജ് കൊണ്ടാണ്. ഒരു വലിയ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരൊറ്റയാൾ എന്നുള്ള പ്രിവിലേജ് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഞാനും അങ്ങനെ തന്നെയാണോ എന്ന് അങ്ങയോട് ചോദ്യമായി ചോദിച്ചത്. ശ്രീ ജോസഫ് സി മാത്യു, മറ്റ് പല വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പം ഒറ്റ കാര്യം അങ്ങ് പറയൂ.
ഒറ്റ കാര്യം അതിൽ ഞാൻ മധു ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രിവിലേജ് ഉണ്ട് എന്നിരുന്നാലും ഞാൻ അല്പമൊക്കെ രാഷ്ട്രീയം അറിയാമെന്നുള്ള ആളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വലിയ വോട്ട് ബാങ്ക് ഉണ്ട് എന്നൊന്നും വ്യക്തിപരമായി വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം ഞങ്ങളുടെ ജില്ലയിൽ തന്നെ അദ്ദേഹം വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞവരെല്ലാം തോറ്റ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹം പരസ്യമായി ഇറങ്ങി അദ്ദേഹം അനുകൂലിച്ചവരെല്ലാം ജയിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രം ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ബാങ്ക് വലിയതായിട്ടുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറിയാണ്. ആ രീതിയിൽ അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നു. ഒരു സ്വാധീന ശക്തിയാണ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒറ്റ ഒരാൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഈ പറയുന്നത് പോലെ അദ്ദേഹം പറയുന്ന ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആളുകൾക്ക് SNDPക്കാരെല്ലാവരും വോട്ട് ചെയ്യും എന്ന അമിത വിശ്വാസമൊന്നും എനിക്കുമില്ല. ശ്രീ പ്രിയദർശൻ തമ്പി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അത് നമ്മുടെ ദേവസ്വം മന്ത്രി ആ ചടങ്ങിൽ വെച്ച് വായിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി ഔദ്യോഗികമായി നൽകിയ സന്ദേശം ആ ചടങ്ങിൽ വായിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്ന് വേണമെങ്കിൽ വാദിക്കുകയുമാകാം. പക്ഷെ വായിക്കണമോ വേണ്ടയോ എന്നുള്ളതിൽ ഒരു ഔചിത്യത്തിൻ്റെ കാര്യം കൂടിയുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ ഒരു ആശംസ അവിടെ വായിക്കുമ്പോൾ കേരളത്തിലെ BJP നടത്തിയ ബഹിഷ്കരണം അത് അർത്ഥമില്ലാതെ പോകുന്നതാണ് എന്നുള്ളൊരു സന്ദേശം നൽകൽ കൂടിയാണോ? അതായത് ദേശീയ തലത്തിൽ ഇവിടെ സർക്കാർ എടുക്കുന്ന ശബരിമലയ്ക്ക് വേണ്ടി എടുക്കുന്ന ചുവട് വെപ്പുകളെ ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാറിൻ്റെയും BJPയുടെയും നേതാക്കൾ അനുകൂലിക്കുന്നുണ്ട് എന്ന് ഉള്ള ഒരു പറഞ്ഞു വെക്കൽ ആണോ അവിടെ ലക്ഷ്യമിടുന്നത്? അത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഈ വർഗീയത നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് ഞങ്ങൾക്കും ചേരും എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. മാധു പറഞ്ഞതിനെ സമ്മറൈസ് ചെയ്താൽ അതാണോ നടത്തുന്നതെന്നാണ് ചോദ്യം. അതാണ് നടക്കുന്നതെന്നാണ് എൻ്റെ മറുപടി. അതുകൊണ്ടാണ് ഈ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്ന് ബൈബിളിലൊരു വാക്യമുണ്ട്. അതുപോലെ ഈ യോഗി ആദിത്യനാഥ് പ്രശംസിച്ചതിൽ ഈ തോന്നുന്ന ആ ഒരു ഉൾപ്പുളകമുണ്ടല്ലോ, ആ കത്തെടുത്തിങ്ങനെ മന്ത്രി കയ്യിൽ പിടിച്ച് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നതുണ്ടല്ലോ, അത് ആ അഭിമാനം തോന്നുന്ന അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ വർഗീയതയുടെ ചാർട്ടിൽ ഹൈറാർക്കിയിൽ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് ഓരോരുത്തരെയും നിങ്ങൾ റാങ്ക് ചെയ്തോളൂ. പ്രധാനമന്ത്രി മോദി എവിടെയാണ്, അമിത്ഷാ എവിടെയാണ്, യോഗി ആദിത്യനാഥ് എവിടെയാണ്? ഇവർ ഗഡ്കരി അങ്കിൾ അങ്ങനെയല്ലെന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ ഇവർ യോഗി ആദിത്യനാഥിനെയും കാണുന്നത്? അതിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് വാസവൻജിക്കാണ്. അപ്പോൾ ആരാണ് അങ്ങോട്ട് കത്തയച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഇവർ കോടതിയോട് പറഞ്ഞത് ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്നാണ്. കാരണം ഒരു മതപരമായ ചടങ്ങ് സർക്കാരിന് നടത്താമോ എന്നുള്ളൊരു ചോദ്യം കോടതിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണത് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ചടങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ട് ചടങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് PRDന്ന് പണം മുടക്കി. ഇത് സർക്കാർ അതിനു മുമ്പ് തന്നെ മറ്റ് സംസ്ഥാന സർക്കാർ, ഇപ്പം ഞാൻ കേൾക്കുന്ന ഒരു ന്യായീകരണം എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കത്തയച്ചു. അതിൽ മറുപടി വന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. അതോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വായിച്ചതാണോ, ഇനി നിറക്കിട്ടെടുത്ത് വായിച്ചതാണോ, അതൊക്കെ അവർ പറയും. ഇപ്പോൾ പല ന്യായീകരണവും പറയുകയാണല്ലോ. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു AI സോഷ്യലിസം വളർത്തും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് മനസ്സിലായില്ല, ഇപ്പോഴാണ് പിടികിട്ടിയേ. ഒഴിഞ്ഞ കസേര AI മൂലമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് സോഷ്യലിസം സംസ്ഥാനത്ത് സംരക്ഷിക്കപ്പെട്ടല്ലോ. ഇങ്ങനത്തെ കളവുകൾ പറയാൻ ഉതകും എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഈ സംഗമം നടത്തിയതിൻ്റെ ഏക ലക്ഷ്യം യുവതികളെ പുറത്ത് നിർത്തിക്കൊണ്ട് ഇത് സംഘടിപ്പിക്കുക വഴി ഞങ്ങൾ യുവതികളെ കയറ്റണം എന്നുള്ള മുൻ നിലപാട് ഞങ്ങൾ വിഴുങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞതുകൊണ്ട് പിന്നെ അവിടെ ആര് വന്നു എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല. അവസാനം ആൾ തികയാതെ വന്നപ്പോൾ ഉദ്യോഗസ്ഥരെ എല്ലാം കയറ്റിയിരുത്തുന്ന കൂട്ടത്തിൽ കുറേ സ്ത്രീകളും വന്നു വിട്ടു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രശ്നം. ഈ ആൾ വളരെ കുറവായതുകൊണ്ട് അത് നമ്മുടെ കണ്ണിൽ പെടുന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ് അതിൽ വന്ന പ്രശ്നം. ഇത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇത് വളരെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്തിനാണ് ഈ ചടങ്ങെന്നുള്ളത്. അവർക്കത് മനസ്സിലായി. ഏത്തമിട്ടത് അവർ കണ്ടു. പക്ഷേ അവരതിന് മെനക്കെട്ട് അവിടം വരെ വരാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് സംഗമമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അഡ്വക്കേറ്റ് തമ്പി ഇവിടെ പറഞ്ഞല്ലോ. പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെയാണോ പഠിക്കേണ്ടത്? ഈ പറയുന്ന ഭക്തരെ എല്ലാം വിളിച്ചു വരുത്തി പമ്പയിൽ കയറ്റിയിരുത്തിയാൽ മാത്രമാണോ അവിടുത്തെ ക്യൂ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറയുന്നത്?
ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അവിടെ പോകുന്ന ഭക്തർക്ക് മാത്രമാണോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുക? ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടത്താവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ? നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെല്ലാം മറ്റ് മതങ്ങളുടെ, പത്തനംതിട്ട ജില്ലക്കാരനാണ് ഞാൻ, മറ്റ് മതങ്ങളുടെ സ്ഥലങ്ങളിൽ ഇന്നത്തെ പോലെ സൗകര്യമില്ലായിരുന്ന സമയത്ത് അവിടെ വിരി വെച്ച് കിടക്കാനായിട്ടുള്ള സന്ദർഭം കൊടുത്തിരുന്നതാണ്. ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നത് ഭക്തർക്ക് മാത്രം സംസാരിക്കാവുന്ന ഒന്നാണ് എന്ന് ഈ സർക്കാർ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഭക്തർക്ക് മാത്രം സംസാരിക്കാവുന്നത് വേറെ ചില വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണോ അവിടെ നടത്തിയതെന്നാണ് പറയേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്നാം നമ്പർ കാറിൽ കൂട്ടിക്കൊണ്ടുവന്നയാൾ വിചാരിച്ചതാണ്. കാരണം അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ചാണ് ചർച്ച എന്നും. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് കൂടെ മാധു. അതായത് ഒന്നാം നമ്പർ കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി ഭക്തനാണെന്ന് പറയുമ്പോൾ ഞാൻ അവിടെയാണ് മത്തായി ചാക്കോയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചത്. മത്തായി ചാക്കോ ഭക്തനാണെന്ന് പറഞ്ഞ ബിഷപ്പ് നികൃഷ്ടജീവി എന്ന് വിളിച്ച മുഖ്യമന്ത്രിക്ക് താൻ ഭക്തനാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അഭിപ്രായമുണ്ടോ? പാർട്ടി സെക്രട്ടറിക്ക് അഭിപ്രായമുണ്ടോ? ഇത് പറയണ്ടേ? ഞാൻ അദ്ദേഹം ഭക്തനാകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, ഭക്തി ഉണ്ടെങ്കിൽ തുറന്നു പറയുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ അഭിപ്രായം പറയണ്ടേ? എന്താണ് അഭിപ്രായം പറയാത്തത്? അപ്പോൾ ഇവിടെ CPM എടുക്കുന്ന നിലപാടുകളിലും സർക്കാർ എടുക്കുന്ന നിലപാടുകളിലും ഒരുപാട് കാപട്യമുണ്ട്. ഒരു ജനാധിപത്യ സർക്കാരിന് ചേരാത്ത, പോട്ടെ ഇടതുപക്ഷം എല്ലാം വിടുക, ജനാധിപത്യ സർക്കാരിന് ചേരാത്ത കാപട്യം ഈ വിഷയങ്ങളിൽ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരാവകാശമുള്ള ജനങ്ങളാണ് ചോദിക്കുന്നത് എത്ര പേര് വന്നു എന്നുള്ളതിനെക്കുറിച്ച്. ഇവരെന്തിനാണ് കള്ളക്കണക്ക് പറയുന്നത്? പൊതുപണം മുടക്കിയിട്ടല്ലേ? ഇവർക്ക് കൃത്യമായ സംഖ്യ പറഞ്ഞൂടെ? ഇവർക്ക് എന്താ പറയാൻ പറ്റാത്തത്? നിങ്ങൾ സംഖ്യ പറഞ്ഞല്ലോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ ഇപ്പോൾ? അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. വെറുതെ സമുദായ നേതാക്കളെ അപ്പീസ് ചെയ്യാൻ വേണ്ടി മാത്രം, അവരെ കൊണ്ട് തോന്നിവാസം പറയിപ്പിക്കാൻ വേണ്ടി മാത്രം പൊതുവേദി ഒരുക്കി കൊടുക്കാൻ പൊതുപണം മുടക്കി ഇങ്ങനെ ഒരു മാമാങ്കം നടത്തുകയാണ്. ഇതിൻ്റെ പേര് അഴിമതി എന്നാണ്. ഇവിടെ മറ്റ് പല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാനില്ലാത്തപ്പോൾ ഈ ചെലവഴിക്കുന്ന പണത്തെക്കുറിച്ച് വ്യക്തമായ മറുപടി ഇവിടുത്തെ പൊതുജനങ്ങളോട് പറയണം. എത്ര പേർ പങ്കെടുത്തു, അപ്പോൾ ഒന്നിന് എത്ര കോടി രൂപ വെച്ചായെന്ന് പറയട്ടെ, അതിലെ എത്ര ലക്ഷം രൂപ വെച്ചായെന്ന് പറയട്ടെ. എന്നിട്ട് എന്ത് നിർദ്ദേശമാണ് വന്നതെന്ന് അറിയണ്ടേ? ഇവിടെ ഒരുപാട് പരിപാടികൾ നടത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, പൊതുസമൂഹത്തിന് അവകാശമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ശരി, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അവിടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് എന്നത്, ഈ ആചാരലംഘനവുമൊക്കെയായി ബന്ധപ്പെട്ട ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയ സമയത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സർക്കാർ നടത്തുന്ന പരിപാടി എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അതേ പരിപാടിയിൽ ഭക്തന്മാർ മാത്രം മതി എന്ന നില പിന്നീട് സർക്കാർ എടുക്കുകയും ചെയ്യുന്നു. യോഗി ആദിത്യനാഥിന്റെ ഈ സന്ദേശം വായിച്ച കാര്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ്. വർഗീയവാദികളെ വിളിക്കുന്നില്ല എന്ന് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞത്. അത് പറയാൻ പാർട്ടി സെക്രട്ടറി ആരാണ്? പാർട്ടി നടത്തുന്ന പരിപാടിയാണോ എന്ന് അന്ന് BJP തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിശ്വാസവുമാണ് അടിസ്ഥാന സൗകര്യ വികസനവുമാണ്, ഇതിലേതാണ് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം സർക്കാരിന് മുന്നിലുണ്ട് എന്നേ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ തന്നെ ഈ കാര്യം പറഞ്ഞു. ഇത് ഭൈമി കാമുകരുടെ ചേഷ്ടകളാണ്. ദമയന്തിയെ സ്വന്തമാക്കാൻ ദേവന്മാർ കാണിച്ച ആ ഒരു സമീപനം ഉണ്ടല്ലോ, ഭൈമി കാമുകന്മാരുടെ സമീപനം, എല്ലാവരും നളന്മാരാവുക, ഒരേപോലെ നളന്മാരാവുക, അങ്ങനെ അവസാനം ഒരേപോലെ നളനായിട്ട് ദമയന്തിയെ പറ്റിക്കാം, അങ്ങനെ ഞങ്ങൾക്ക് ദമയന്തിയെ സ്വന്തമാക്കാം എന്ന് ശ്രമിക്കുന്ന സമീപനം എല്ലാവരും ഇവിടെ ഇപ്പം അങ്ങ് അയ്യപ്പൻ്റെ വിശ്വാസിയായി മാറുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞതാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞോളാൻ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. ഞാനിത് വെളിയിൽ വരാത്ത ഒരു കാര്യം എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയതും കൂടി ഞാൻ ഈ മാതൃഭൂമി ചാനലിൽ പറയാം. കാരണം ഗണപതിയെ മിത്തായി പ്രഖ്യാപിച്ചവരാണല്ലോ CPM. ഈ അയ്യപ്പ ആഗോള സംഗമത്തിന് മുമ്പ് കണ്ഠരര് മോഹനരെ കൊണ്ട് ഗണപതി ഹോമം, ഇരുട്ടത്ത് ഗണപതി ഹോമം ആരും അറിയിക്കാതെ ഗണപതി ഹോമം നടത്തിയെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഭാഗത്ത് വിശ്വാസികളുടെ വോട്ട് നേടാൻ വേണ്ടിയുള്ള അടവ് നയം, അതാണ് ഈ ഭൈമി കാമുകൻ്റെ വേഷം, ഇത് അടവ് നയമാണ്. മറുഭാഗത്ത് MA ബേബിയുടെ ലേഖനമുണ്ട്. MA ബേബിയുടെ ലേഖനത്തിൽ എന്താ പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം. ബേബിയുടെ 16-ാം തീയതിയിലെ ലേഖനത്തിൽ ഇതൊരു മതേതര ക്ഷേത്രമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാം.
എന്താ AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സൂളാണോ ഈ തന്ത്രിമാരും പൂജാരിമാരും ശബരിമലയിൽ അഭിഷേകം നടത്തുമ്പോൾ പറയുന്നത്? ഇൻകുലാബ് സിന്ദാബാദ് ദേവസ്വം ബോർഡ് മുഷ്ടി ചുരുട്ടി വിളിച്ചാൽ അതങ്ങ് മതേതര കേന്ദ്രമാവോ? എല്ലാ വിഭാഗം ആളുകൾക്കും അവിടെ വരാം. ഓച്ചിറയിൽ ബ്രഹ്മമാണ്, ബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പമാണ് ഓച്ചിറയിലെ ദേവൻ. അത് ഭാരതീയ പൈതൃകത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമാണ് തത്വമസി. പക്ഷേ അവിടെ ഒരു ഹിന്ദു ക്ഷേത്രമാണ്, മതേതര ക്ഷേത്രമാണെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. വായി തോന്നുന്നത് വിളിച്ചു പറയുക. എന്നിട്ടോ ഈ വിശ്വാസികളുടെ മുഴുവനും വോട്ട് നേടണം. ഈ വിശ്വാസി ഞാനും അയ്യപ്പൻ്റെ ആളാണ്, ഞാനും അയ്യപ്പൻ്റെ കൂടെയാണ് എന്ന് വരുത്താനുള്ള ഒരു ഗതികെട്ട പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും ഒരു ഗതികെട്ട ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടന്ന ഇന്നലത്തെ തട്ടിപ്പ് സംഗമത്തിൽ കണ്ടത്. ഒരു RSSന്റെ സൈദ്ധാന്തികൻ ജെ നന്ദകുമാർ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു വരി തീർക്കാം. ജെ നന്ദകുമാർ സൈദ്ധാന്തികൻ, അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട്, ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ എൻ്റെ പിണറായി വിജയാന്ന്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ നിജേഷ് അരവിന്ദ്, പക്ഷേ പ്രതിപക്ഷമടക്കം അവിടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നുയർത്തിയ വിമർശനങ്ങളോട് ദേവസ്വം മന്ത്രി നേരിട്ട് തന്നെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. അത് ഈ പറയുന്ന AI പരാമർശം അടക്കമുള്ളവ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കൗണ്ടറിൽ നിന്ന് മാത്രമുള്ള കണക്കുകളാണ് എന്നുള്ളതാണ് അവകാശവാദം. ഞാൻ അവിടെ ആൾ കുറഞ്ഞതിനെ പറ്റിയൊന്നും പറയുന്നില്ല. കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഓരോ ചർച്ച നടക്കുന്ന ഇടത്തു നിന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആളില്ലായിരുന്നു. ആളില്ലാതിരിക്കാൻ കാരണം എന്താണ്? ഇതൊരു തട്ടിപ്പാണ് എന്ന് കേരളത്തിലെ ഭക്തർ തിരിച്ചറിഞ്ഞു. അയ്യപ്പ ഭക്തർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതൊരു തട്ടിപ്പാണ്, ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നാളേക്കുള്ള എന്തോ ഒരു ലക്ഷ്യം വെച്ചുള്ള ഏർപ്പാടാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിനേക്കാൾ തിരിച്ചറിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ ചർച്ചയിൽ, ഇന്നലെ എത്രയും വലിയൊരു ഇവന്റ് നടത്തിയിട്ട് ഇന്നൊരു ചർച്ചയിൽ വന്നിട്ട് അതിന്റെ മെറിറ്റ് പങ്കുവെച്ചെടുക്കാൻ, വിളവ് കൊയ്തെടുക്കാൻ CPM തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമല്ലേ? നേരത്തെ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചതുപോലെ ബിഷപ്പ് വന്ന് അന്ത്യകൂദാശ കൊടുത്തു മത്തായി ചാക്കോക്കി എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം നികൃഷ്ടജീവി എന്ന് ബിഷപ്പിനെ വിളിക്കാൻ ധൈര്യം കാണിച്ച ഒരു പാർട്ടിക്കകത്ത് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഭക്തനാണ്, 2 തവണ ശബരിമലയിൽ പോയിട്ടുണ്ട് എന്ന് ഒരു സംഘടനാ നേതാവ് പറഞ്ഞപ്പോൾ അത് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല, അയാൾ ഭക്തനാണ് അല്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഒരു അഭിപ്രായം പറയാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത, അത് AI-യുടെ തലയിലേക്ക് AI ആണത് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ പാർട്ടിയെ പറ്റി ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ കേരളത്തിലെ സമീപകാല സംഭവ വികാസങ്ങളൊക്കെ നമ്മളെടുത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ CPM-ന്റെ കാണാം. കഴിഞ്ഞ മാസം ഗണേശോത്സവം ഏറ്റവും കൂടുതൽ നടത്തിയത് CPM ആണ് ബാധു. അതിനുമുമ്പ് ശ്രീകൃഷ്ണ ജയന്തി നടത്തിയത് CPM ആണ്. അമ്പലത്തിലെ ഉത്സവത്തിൽ പാർട്ടി ഗീതങ്ങൾ വെച്ച് പ്രകടനം വിളിച്ചത് CPM ആണ്. CPM-ന്റെ ഈ നയംമാറ്റം ഗ്രാമാന്തരങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം ഗ്രാമാന്തരങ്ങളിൽ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി മുഖേന ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ബാക്കി പത്രം മാത്രമാണ്. നേരെ അങ്ങ് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങൾക്ക് ശബരിമലയിൽ സംഭവിച്ചു പോയത് തെറ്റാണ്, ഞങ്ങൾ ആ സത്യവാങ്മൂലം തിരുത്തും, ഞങ്ങൾ എടുത്ത കേസ് പിൻവലിക്കും എന്നങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാ വളച്ചു കെട്ടുന്നത്? എന്തിനാണ് 7 കോടി ചെലവാക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോരെ. നമുക്ക് എന്തൊക്കെ സംഗമം ഇവിടെ നടത്താൻ, നേരത്തെ മാധു പറഞ്ഞാൽ നടത്താൻ സർക്കാരിന്റെ വിവേചനാധികാരമാണ് ഞാൻ സംബന്ധിച്ചു. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കൊന്ന് നടത്തിയാൽ, അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് നമുക്കൊന്ന് നടത്തിയാൽ ഒന്നും വേണ്ട. പോലീസ് സേനയിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഏറ്റുവാങ്ങുന്ന പോലീസ് സേനയുടെ നവീകരണത്തെ പറ്റി ആഗോള തലത്തിൽ ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ എന്തൊരു സുഖ, നാട്ടുകാർക്കെങ്കിലും അത് അതിനെ അനുഭവിക്കാമായിരുന്നല്ലോ. ഇത് നേരെ തിരിച്ച് ഞങ്ങളുടെ ചില നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഒരു ചോദ്യം സിംഗിൾ അല്ല, ഒന്നുമില്ല. ഈ മുഷ്ടി ചുരുട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത അയ്യപ്പ വിഗ്രഹം അദ്ദേഹം എവിടെ വെച്ചു, എവിടെ കൊണ്ടുവച്ചു? ശ്രീ പ്രിയദർശന തമ്പി, ഇപ്പോ പ്രതിപക്ഷവും BJP-യും ഒക്കെ വിമർശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയ പ്രക്ഷോഭം കഴിഞ്ഞതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് തിരിച്ചടി ഉണ്ടായില്ല. പിന്നെ ആ തരത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി പേടിക്കേണ്ട സാഹചര്യം CPM-ന് ഉണ്ടോ? അതോ 3-ാം ഊഴം എന്ന ലക്ഷ്യം മുന്നിലുള്ളത് കൊണ്ട് പരമാവധി വോട്ട് എന്നുള്ളതാണോ? അല്ല, അത്തരത്തിൽ കാണേണ്ടതില്ല. കാരണം ഇത് CPM-നെ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. കാരണം നമുക്കറിയാം CPM തൻ്റെ തീരുമാനിക്കപ്പെട്ട് ഭരിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങൾ
നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അത് പുതിയ കാര്യമൊന്നുമല്ല. കാരണം CPM എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഇടപെടും. അതിലൊന്നും യാതൊരു സംശയവുമില്ല. സമസ്ത മേഖലകൾ, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ പാർട്ടി ഇടപെടും. കാരണം ആ പാർട്ടിയുടെ വേരുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മേഖലകളിലുമുണ്ട്. അതിൽ നമ്മളാരും അസൂയപ്പെട്ടിട്ടോ അത്ഭുതപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതിൻ്റെ ഭാഗമായി മാത്രം ഇതിനെയൊക്കെ കാണേണ്ട കാര്യമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും അയ്യപ്പ സംഗമം മഹാവിജയമായിരുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ അവകാശവാദം. അവിടെ ഉണ്ടായ അഭിപ്രായങ്ങൾ സമീകരിച്ച് സർക്കാർ എടുക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് ഉറ്റുനോക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്കുള്ള സാമുദായികമായ ചേരിതിരിവുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഭക്തപട്ടവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന, ഇതിനൊക്കെ വരുന്ന വാർത്താ സമ്മേളനങ്ങളിൽ വളരെ കൗതുകത്തോടു കൂടി നോക്കിയിരുന്ന് കാണുകയും ചെയ്യാം.